ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് എക്സസൈസ് ആണ്. പേജ് നമ്പർ 18 ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ഓഫ് ടു സ്മോളർ ആംഗിൾസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് 20 ഡിഗ്രി. കാൽക്കുലേറ്റ് ഓൾ ത്രീ ആംഗിൾസ്. ഒരു മട്ട ത്രികോണത്തിൻ്റെ ചെറിയ രണ്ട് ആംഗിൾസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ് എങ്കിൽ മറ്റു മൂന്ന് ആംഗിൾസും മറ്റൊന്നല്ല അതിലെ എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ടീച്ചറോട് വരയ്ക്കാം. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ആംഗിൾ എന്ന് പറയുന്നത് ഇത് 90 ഡിഗ്രി ആണെന്നുള്ളത് ഷുവറാണ് അല്ലേ. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് 20 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 20 മീൻസ് ഒരെണ്ണം 30 ആണെങ്കിൽ ഒരെണ്ണം 50 ആയിരിക്കും. അങ്ങനെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 20 വരണം. അപ്പോൾ നമുക്ക് ഏതാണെന്ന് അറിഞ്ഞുകൂടാത്ത സ്ഥിതിക്ക് നമ്മളതിനെ ഒരാളെ എക്സ് എന്ന് വിളിച്ചാൽ ഇതെങ്ങനെ എഴുതാം? എക്സ് മൈനസ് 20 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മൂന്ന് കൂട്ടിയാൽ നമുക്ക് എത്രയാണെന്നറിയാം? 180 എന്നറിയാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് മൈനസ് 20 പ്ലസ് 90 ഈക്വൽ ടു 180. മൂന്ന് ആംഗിൾസ് നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്താൽ 180 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് എക്സ് പ്ലസ് എക്സ് എന്തെന്ന് എഴുതാം? നമുക്ക് 2x മൈനസ് 20യും പ്ലസ് 90യും കൂടെ നമുക്ക് എന്ത് എഴുതാം? പ്ലസ് 70 ഈക്വൽ ടു 180 എന്ന് എഴുതാം. ഹിയർ 2x ഈക്വൽ ടു 180 മൈനസ് 70 എന്ന് വരും. 2x ഈക്വൽ ടു 110 എന്ന് വരും. സോ എക്സ് ഈക്വൽ ടു 55. അപ്പോൾ ഈ പുള്ളിക്കാരൻ എത്രയാണ്? ഇതെന്ന് പറയുന്നത് 55 ആണ്. ഇനി ഇത് എക്സ് മൈനസ് 20 അല്ലേ, അതായത് 55 നിന്ന് 20 കുറച്ചാൽ എത്രയാണ്? ദിസ് ഈസ് 35. നോക്കിക്കേ, ഇത് മൂന്നുകൂടെ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടുമോ? 55, 35, 90. കറക്റ്റ് അല്ലേ? 180 ഡിഗ്രി. സോ ഓൾ ആംഗിൾസ് ആരൊക്കെയാണ്? 55 ഡിഗ്രി, 35 ഡിഗ്രി, 90 degree. Okay. Then second question, when a larger number is divided by a smaller number, the quotient and remainder are both 2. When 5 times the smaller number is divided by the larger, the quotient and remainder are still both 2. What are the numbers? അതായത് ഒരു വലിയ നമ്പറിനെ ഒരു ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം കോഷ്യൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. ശിഷ്ടം റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ്. വെൻ 5 ടൈംസ് ദ സ്മോളർ ഈസ് ഡിവൈഡഡ് ബൈ ദ ലാർജർ, ചെറിയ നമ്പറിൻ്റെ 5 മടങ്ങിന് വലുതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറും കോഷ്യൻറ്റും എന്ത് തന്നെയാണ്? 2 തന്നെയാണ് എങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? ആ നമ്പേഴ്സ് ഏതാണ്? അപ്പോൾ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്മോളർ നമ്പർ ലാർജർ നമ്പർ ബി, larger number equal to x, smaller number equal to y എന്ന് എഴുതി. അപ്പോൾ നമ്മൾ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ടീച്ചറോടൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ കാണിക്കാം. 8നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം എന്താ സംഭവിക്കുക നോക്കിക്കേ. 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 2s are 6, റിമൈൻഡർ 2. അപ്പോൾ ഈ നമ്മൾ ഒരു റിമൈൻഡർ തിയറം ഉണ്ടല്ലോ. റിമൈൻഡർ തിയറം എന്താണ്? റിമൈൻഡർ തിയറം എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഈക്വൽ ടു കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ കേട്ടോ. ഇങ്ങനെയൊരു റൂൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ തൊട്ട് പറയാറുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് 8 ഈക്വൽ ടു 8നെ എങ്ങനെ എഴുതാം? 8 എന്ന് പറയുന്നത് 3 2s are 6ൻ്റെ കൂടെ ഈ 2 കൂടെ ആഡ് ചെയ്യുന്നത്, അതായത് കോഷ്യൻ്റ് 2 ഇൻറ്റു 3 പ്ലസ് റിമൈൻഡർ. ശരിയല്ലേ? 2 3s are 6 പ്ലസ് 2 അതാണ് എന്ത്? 8 എന്ന് പറയുന്നത്.
ലാർജർ നമ്പർ എക്സ് ആന്ന് പറഞ്ഞു, സ്മോളർ നമ്പർ വൈ ആന്ന് പറഞ്ഞു. അപ്പോൾ ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ തിയറം നമ്മൾ ടീച്ചർ എഴുതുവാണേ. എക്സ് ഈക്വൽ ടു എന്ത് വരും, ഡിവൈസർ അതായത് വൈ കോഷ്യൻ്റ് ഇൻറ്റു കോഷ്യൻ്റ് അവർ പറഞ്ഞിട്ടുണ്ട് 2 ആണെന്നല്ലേ, ഉത്തരം 2 ആണ്. 2 ഇൻറ്റു ഡിവൈസർ എന്ന് പറയുന്നത് വൈ ആണ് പ്ലസ് 2. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എക്സിന് നമുക്ക് എന്ത് കിട്ടി, എക്സ് ഈക്വൽ ടു 2y + 2. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി വയ്ക്കാം. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് സ്മോളർ നമ്പറിൻ്റെ 5 മടങ്ങിനെ ഈ ലാർജർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് 5y / x ചെയ്യുമ്പോൾ സംഭവിക്കുന്ന റിമൈൻഡർ തിയറോടെ എഴുതാം. 5y ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സിൻ്റെ പൊസിഷനിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. അപ്പോൾ എന്താവും ഇത്, 5y ഈക്വൽ ടു 2 ഇൻറ്റു എക്സിൻ്റെ പൊസിഷനിൽ 2y + 2 എന്ന് എഴുതുക. ദെൻ 5y ഈക്വൽ ടു 2 ഇൻറ്റു 2 4y, 2 2s are 4 + 2. 5y - 4y എന്താണ് ഇത് എന്ന് ടീച്ചർ തന്നെ എഴുതാം. 5y - 4y ഈക്വൽ ടു 4 × 2 6. 5 - 4 1y. സോ y ഈക്വൽ ടു 6. ലാർജർ നമ്പർ എന്ന് പറയുന്നത് സ്മോളർ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, 6 കൊടുക്കാം. ഇനി ലാർജർ നമ്പർ കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇപ്പോൾ ഈ ഇക്വേഷനിൽ എന്താണ് 2x ഈക്വൽ ടു 2y + 2 എന്ന ഇക്വേഷനിൽ വൈക്ക് എന്ത് കിട്ടി, നമുക്ക് 6 + 2, ദാറ്റ് ഈസ് 6 2s are 12 + 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 14. അപ്പോൾ ലാർജർ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 14 എന്ന് കിട്ടി. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലാർജർ നമ്പർ 14 ആണ്, സ്മോളർ നമ്പർ 6 ആണ്. ഇവർ പറഞ്ഞ കണ്ടീഷൻ ശരിയാണോ നോക്കാം. 14നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 2s are 12, റിമൈൻഡർ 2 ശരിയല്ലേ, കോഷ്യൻ്റ് 2 ആണ്, റിമൈൻഡറും 2 ആണ്. ഇനി ഇതിൻ്റെ 5 മടങ്ങ്, സ്മോളർ നമ്പറിൻ്റെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്ത് വരും, അടുത്ത കണ്ടീഷൻ 6 5 30. 30നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും സെയിം കോഷ്യൻ്റ് സെയിം റിമൈൻഡറും കിട്ടുമെന്നാ നോക്കാം. 14 ഇൻറ്റു 2 28 വരും, റിമൈൻഡർ 2, അപ്പോഴും കോഷ്യൻ്റും റിമൈൻഡറും സെയിം ആണ്. സോ നമ്പേഴ്സ് ആർ എന്താണ്, എക്സ് ഈക്വൽ ടു 14, y ഈക്വൽ ടു 6. ഇതാണ് ആൻസർ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് 2-digit number is 11. The number got by interchanging the digit is 27 more than the original number. What is the number? ഒരു 2 അക്ക സംഖ്യയുടെ ആ 2 അക്കങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം 11 കിട്ടും. ദ നമ്പർ ഗോട്ട് ബൈ ഇൻ്റർചേഞ്ചിങ് ദ ഡിജിറ്റ്സ്, നമുക്ക് കിട്ടി ആ നമ്പറിനെ നമ്മൾ ഡിജിറ്റ്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടെ 27 ആഡ് ചെയ്താൽ ഒറിജിനൽ നമ്പർ കിട്ടുകയും ചെയ്യും. എങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ നോക്കാം. എപ്പോഴും ഒരു 2-digit നമ്പറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും. ഒരു 2-digit നമ്പറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 10x + y എന്നാണ് കേട്ടോ. ഇതാണ് 2-digit നമ്പറിൻ്റെ ജനറൽ ഫോർമാറ്റ്. ഇപ്പോൾ 24 എന്നാണെങ്കിൽ ഇത് 4, 20യുടെ 2 എന്ന് പറയുമ്പോൾ 2 × 10 എന്നല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 2-digit നമ്പറിൻ്റെ ജനറൽ ഫോർമാറ്റ്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഡിജിറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 11 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നത്തെ ഒരു കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഡിജിറ്റുകൾ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇൻ്റർചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ എക്സിൻ്റെ സ്ഥാനത്ത് വൈയും വൈയുടെ സ്ഥാനത്ത് എക്സ്, അതായത് 10y + എക്സിനോട് കൂടി എന്ന് പോയതാണ്. ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന നമ്പർ ഒറിജിനൽ നമ്പറിനേക്കാളും 27 മോർ ദാൻ എന്നാണ്, 27 കൂടുതലാണ്. അപ്പം 27 ഇവിടെ തന്നെ നിൽക്കും കേട്ടോ. ദെൻ 10y - y എന്ത് വരും, 10y - y ഈക്വൽ ടു 9y പ്ലസ് ഒരു ഇവിടെ ഇല്ല, കാരണം ചെറുതിൽ നിന്ന് വലുത് എക്സിൽ നിന്നും -10x, അത് ദാറ്റ് ഈസ് -9x ഈക്വൽ ടു 27. എല്ലാം 9ൻ്റെ ടേബിളിലുണ്ടല്ലോ, നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കാം. 9ൻ്റെ ടേബിൾ വെച്ച് കട്ട് ചെയ്ത് 9 1s are 9, 9 1s are 9, 9 3s are 27. അപ്പോൾ ഇവിടെ 3 വരണം. അപ്പോൾ ഇതെന്ത് വരും, y - x ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയിട്ടും
ഇപ്പോൾ കിട്ടിയ നമ്പറിനെ y മൈനസ് എക്സിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൺസിഡർ ചെയ്തിട്ട് ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇവിടെയും കണ്ട എക്സ് വൈയും മാറിക്കിടക്കുകയാണ്. അപ്പോൾ തിരിച്ചിടാം. ആദ്യത്തെ ഇക്വേഷൻ y പ്ലസ് എക്സ് ഈക്വൽ ടു 11, y മൈനസ് എക്സ് ഈക്വൽ ടു 2. നമുക്കിത് ആഡ് ചെയ്തെടുത്താൽ വൈയും 2y ഈക്വൽ ടു 2 അല്ലല്ലോ ഇത്. എന്തല്ല ടീച്ചർ ആകെ തെറ്റിക്കുക. 11 3 14. സോ y ഈക്വൽ ടു 14/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പം ഇവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ വാല്യൂ 7 അല്ലേ. വൈയുടെ വാല്യൂ ഞാനിവിടെ കൊടുത്താൽ എന്താവും, എക്സ് പ്ലസ് 7 ഈക്വൽ ടു 11. അപ്പോൾ എന്ത് വരണം, 4 അല്ലേ വരുന്നത്. എക്സ് ഈക്വൽ ടു 11 മൈനസ് 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, എക്സ് വൈ എന്ന് പറയുന്ന നമ്പർ ഏതാണ്, എക്സിൻ്റെ സ്ഥാനത്ത് 4ഉം ഇവിടെ 7ഉം കൊടുക്കുക. 47. സം ഓഫ് ദ ഡിജിറ്റ് ചെക്ക് ചെയ്തേ. 4 + 7 11 അല്ലേ. ഇനി ഞാൻ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്തു, 74 എന്നാക്കി. 74 എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാളും എത്ര കൂടുതലാണെന്ന് അവർ പറഞ്ഞ്, 27 കൂടുതലാണ്. ശരിയാണോ? 7 7 14, ശിഷ്ടം 1, 4 2 6 1 7. കറക്റ്റാണ് അല്ലേ. ഒറിജിനൽ നമ്പറിനേക്കാളും 27 കൂടുതലാണ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടിയ നമ്പർ. അപ്പം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്, 47 ആയിരുന്നു ആൻസർ. Fourth question, the price of 17 trophies and 16 medals is 2,180 rupees. The price of 16 trophies and 17 medals is 2,110 rupees. What is the price of each? 17 ട്രോഫിയുടെയും 16 മെഡലിൻ്റെയും വില 2180 ആണ്. 2,180 റുപ്പീസാണ്. ദ പ്രൈസ് ഓഫ് 16 ട്രോഫീസ്, 16 ട്രോഫിയുടെയും 17 മെഡലിൻ്റെയും കൂടെ വില 2110 ആണ്. 2,110 ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഓരോ മെഡലിൻ്റെയും ഓരോ ട്രോഫിയുടെയും വില എത്ര? ട്രോഫിയുടെ വില എക്സ് ആയിട്ടും മെഡലിൻ്റെ വില വൈ ആയിട്ടും കൺസിഡർ ചെയ്താൽ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതണം? 17 ട്രോഫി 17x പ്ലസ് 16y ഈക്വൽ ടു 2,180. അതുപോലെ 17 ട്രോഫീസ് 16 ട്രോഫീസ് 16 ട്രോഫിയുടെയും 17 മെഡലിൻ്റെയും കൂടെ വില 2110 രൂപയുമാണെങ്കിൽ ഓരോന്നിൻ്റെയും വില എത്ര? അപ്പോൾ നമ്മളിത് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ സോൾവ് ചെയ്തെടുക്കാനുള്ള മാർഗ്ഗം, ഇത് കോഎഫിഷ്യൻറ്റ്സ് എക്സിൻ്റെയോ വൈയുടെയോ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കുക. അപ്പോൾ ഈ ഇക്വേഷനെ 16 കൊണ്ടും ഈ ഇക്വേഷനെ 17 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 16 × 17 എത്രയാണെന്നറിയാം? 272x പ്ലസ് 16 × 16 256y ഈക്വൽ ടു 2180 × 60 എന്ന് പറയുമ്പോൾ 34,880. ഇവിടെയും 17 × 16 272 പ്ലസ് 17 × 17 289y ഈക്വൽ ടു 2,110 × 17 എന്ന് വെച്ചാൽ 35870. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? മൈനസ് ചെയ്തെടുത്താൽ എന്ത് സംഭവിക്കും? ഇതല്ലേ വലിയ നമ്പർ, നമുക്ക് തിരിച്ചിട്ട് മൈനസ് ചെയ്യാം. വൃത്തിയായിട്ട് ടീച്ചർ എഴുതാവേ. മൈനസ് ഒഴിവാക്കി ടീച്ചർ എഴുതാനാണ്. ഈ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് എഴുതാൻ പോവാം. 272x പ്ലസ് 289y ഈക്വൽ ടു 35870. നമുക്ക് മൈനസ് ചെയ്യാം. ആദ്യം കിടന്ന പോലെ മൈനസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മൈനസ് ഒരു വലിയ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് തിരിച്ചെഴുതിയതാണ്. അപ്പോൾ ഇത് കട്ടായി പോയി. 289 നിന്ന് 256y മൈനസ് ചെയ്താൽ 33y എന്ന് വരും. ഇത് മൈനസ് ചെയ്യുമ്പം 990 എന്ന് വരും. സോ y ഈക്വൽ ടു 990 ഡിവൈഡഡ് ബൈ 33, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 30 എന്ന് വരും. വൈയുടെ വാല്യൂ 30 ആണ്. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ വൈക്ക് പകരം എന്ത് കൊടുക്കുക? 33 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. 17x പ്ലസ്
നമുക്ക് വൈക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. വൈയുടെ വാല്യൂ 30. സോ 16 × 30 16 3 48 480 ഈക്വൽ ടു 2180. സോ 17x ഈക്വൽ ടു 2180 മൈനസ് 480. സോ 17x ഈക്വൽ ടു മൈനസ് ചെയ്യുമ്പോൾ 1700. സോ എക്സ് ഈക്വൽ ടു 1700 ഡിവൈഡഡ് ബൈ 17, ദാറ്റ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ട്രോഫിയുടെ വിലയായിരുന്നു. ദ പ്രൈസ് ഓഫ് 1 ട്രോഫി. പ്രൈസ് ഓഫ് 1 ട്രോഫി ഈക്വൽ ടു 100. Price of 1 medal equal to 30. Okay.